ഇത് ഞാൻ തന്നെയാണേ മുഴുവൻ കവർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടേ. പെട്ടൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞാൻ എങ്ങോട്ടാണെന്നല്ലേ, കുറേ നാളത്തെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഫാമിലിയുടെ കൂടെ മണാലി ട്രിപ്പ് പോകണം എന്നുള്ളത്. എൻ്റെ ഫ്ലൈറ്റ് എന്തായാലും 3 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് വിശേഷങ്ങൾ പറയാം. വരൂ. ഞാനൊരു സ്മോൾ പിസ്സ ഓർഡർ ചെയ്തു. അത് കഴിച്ചിട്ട് ഞാൻ ഗേറ്റിലേക്ക് പോയി. ഫാമിലിയിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ട്രിപ്പ്, മണാലി ട്രിപ്പായിരുന്നു നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഒരുപാട് സമയങ്ങളിൽ ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയത് അത് എല്ലാവരുടെയും സമയത്തിൻ്റെ ഒരു പ്രശ്നം കാരണമാണ്. എന്തായാലും എനിക്ക് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു മണാലി ഓപ്പർച്യൂണിറ്റി വന്നത്. ഞാൻ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. നല്ല ടയേർഡാണ്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇറങ്ങി. എന്തായാലും 3 മണിക്കൂറാണ് യാത്ര. ചണ്ഡീഗഡിൽ പോകണം. ചണ്ഡീഗഡിൽ പോയിട്ട് അവിടുന്ന് 7-8 മണിക്കൂർ യാത്രയുണ്ട് മണാലിയിലേക്ക് ബൈ റോഡ്. അങ്ങനെ ചെറിയൊരു വർക്കൊക്കെ കഴിഞ്ഞു. ചണ്ഡീഗഡിൽ ലാൻഡ് ചെയ്യാറായപ്പോഴത്തേക്കും ഒരു അനൗൺസ്മെൻറ്റ് വന്നു, അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോ ഒന്നും അലൗഡ് അല്ല എന്ന്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ഇറങ്ങിയിട്ട് ബാക്കി വിശേഷം പറയാം. ഇവിടെ എയർപോർട്ടിനകത്ത് തന്നെ ഭയങ്കര തണുപ്പാണ്. എനിക്ക് തോന്നുന്നൊരു 6 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ഉണ്ടാവുള്ളൂ. എൻ്റെ മുടിയൊക്കെ നോക്കിക്കേ, കീച്ചു പറിച്ച് യാത്ര കഴിഞ്ഞല്ലേ, അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ ലഗേജ് എടുത്ത് ഇനിയിപ്പോൾ പുറത്തേക്ക് പോകണം. എൻ്റെ വണ്ടി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് എക്സിറ്റ്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാനൊന്ന് ചെറുതായിട്ട് ഫ്രഷപ്പ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല തണുപ്പാട്ടോ, എയർപോർട്ടിനകത്തെക്കാട്ടിലും തണുപ്പുണ്ട് പുറത്ത്. ഒരുപാട് ടെമ്പറേച്ചർ ഡൗൺ ആകുമ്പോഴത്തേക്കും ഈ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഇല പൊഴിയിക്കും. അതിൻ്റെ ഒരു സമയമാണിപ്പോൾ. അവിടെ മണാലിയിൽ നിന്ന് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ മണാലിയിലേക്കൊരു യാത്ര. നമുക്ക് റോഡൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ, 6 വരി പാത. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് റോഡെല്ലാം. കൈയൊക്കെ അങ്ങോട്ട് ഫ്രീസായിട്ട് ഇതിന് ടിപ്പ് അങ്ങോട്ട് ചൊറിയാൻ തുടങ്ങും. ഭയങ്കര ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ. അതിനാണ് ഗ്ലൗ ഇല്ലാതെ പറ്റത്തില്ല. മാത്രമല്ല നമ്മൾ പെട്ടെന്ന് വരുന്നവരല്ലേ, നമ്മളിത് അഡാപ്റ്റഡ് അല്ലല്ലോ. നമ്മുടെ ബോഡി, നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് 2 ദിവസം എടുക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും എടുക്കും ഇതൊന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ. നല്ല തണുപ്പായി തുടങ്ങി. ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും മൈനസിലോട്ട് പോകും ടെമ്പറേച്ചർ. അതിപ്പോൾ എത്രയെന്ന് അറിയത്തില്ല, അവിടെ ചെന്നിട്ട് ഞാനത് പറയാം. അങ്ങനെ ഞാൻ ഹോട്ടലിലെത്തി. ഒരു നീണ്ട യാത്രയായിരുന്നില്ലേ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ സുഖമായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ബാൽക്കണിയിൽ വന്ന് നിന്നപ്പം ബ്യൂട്ടിഫുൾ അടിപൊളി വ്യൂ ആണ്. ദൂരെ ഹിമാലയത്തിൻ്റെ താഴ്വരയാണ്, മലനിരകളാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഒരു 4 ഡിഗ്രിയാണ്. ഗ്ലൗവൊന്നും ഇല്ലാതെ നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നോക്കിയേ, ദൂരെ കണ്ടോ, അവിടെയൊക്കെ മഞ്ഞ് വീണിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് മഞ്ഞില്ല. ദൂരെ ആ മലകളുടെ മേലെ ഒക്കെ മഞ്ഞ് വീണിരിക്കുകയാണ്. അവിടെയൊക്കെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പൈൻ മരങ്ങളാണ്, കാടാണ്, ശരിക്കും മരക്കാടുകളാണ്. ആ മരത്തിൻ്റെ എല്ലാം മേലെ മഞ്ഞ് വീണിട്ട് ഇന്നലെ പെയ്തതാവാം. നല്ല ഭംഗിയുണ്ട്. ശരിക്കും വീഡിയോയിലൊക്കെ കാണുന്നതിനെക്കാട്ടിലും നമുക്കത് ആ ഭംഗി ആസ്വദിക്കാൻ പറ്റും നേരിട്ട് നിൽക്കുമ്പോൾ. ആ ഒരു ആംബിയൻസിൽ നിൽക്കുമ്പോൾ ശരിക്കും അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. മഴയും മഞ്ഞും കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. വീണ്ടും ടെമ്പറേച്ചർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ ഇവിടെ ഞാൻ താമസിക്കുന്ന ഒരു കോട്ടേജ്, അതുപോലെ തന്നെ പല 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 ചെറിയ ചെറിയ വീടുകളുണ്ട്. വെള്ളം വീഴുന്ന പോലെ തോന്നും, പക്ഷെ ഇത് മഞ്ഞാണ്. ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കേട്ടോ, അത് കൈ കൊണ്ടുവരുമ്പോഴത്തേക്ക് പോയി.
സ്നോഫോൾ നമ്മൾ സിനിമയിലും വീഡിയോയിലും ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ഇവിടെ ഒരു -ഡിഗ്രിയാണ് വരുന്നത്, -8 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഇവിടെ. സ്നോ ഉണ്ടോ, നല്ല ഈ പഞ്ഞികൾ ഇങ്ങനെ പറപ്പിച്ചു വിടത്തില്ല, അതുപോലെ കുറച്ച് വെയിറ്റ് ഉണ്ട്, വെള്ളം ആയതുകൊണ്ടാണ്. എനിക്ക് എത്തുന്നില്ല, വീഴുന്നു. കണ്ട കണ്ട കണ്ട, ബ്യൂട്ടിഫുൾ ഫിനോമിനൻ തന്നെയാണിത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ടലിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി. ഓക്കെ, കുട്ടിക്കാലത്തൊക്കെ മഴയിൽ ഇറങ്ങി ഒരുപാട് കളിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ശരിക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതലും എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞ് ഹെവി ആയിട്ട് പെയ്യാൻ തുടങ്ങി. ശരിക്കും ഈ ഒരു ആംബിയൻസിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം ശരിക്കും ഞാനിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു അതെ, കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാര്യം നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടായിരിക്കുമെന്ന്. ചിലപ്പോൾ ഞാൻ കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് തുള്ളിച്ചാടും. എന്തായാലും ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്തത്. നോക്കൂ, ബാക്കിൽ കാണുന്നതൊക്കെ ആപ്പിൾ മരങ്ങളാണേ. അതിൻ്റെ ഫ്രണ്ടിൽ അതെല്ലാം ഇലകളെല്ലാം പൊഴിഞ്ഞിങ്ങനെ ഉണങ്ങി നിൽക്കുക, അതിൽ മഞ്ഞ് വീഴുന്നത് കണ്ടോ. ഇവിടെ ആൾക്കാർ പറയുന്നത് എന്താ അറിയോ, കുറേ നാൾക്ക് ശേഷം ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞ് വീഴ്ചയാണ് ഈ ഏരിയയിലെന്നാണ്. ഓക്കെ, ഞാൻ ബാൽക്കണിയിൽ വീണ്ടും വന്നു. നോക്കൂ, കണ്ടോ, നേരത്തെ കണ്ടിരുന്നില്ലേ ആ വീടുകളൊക്കെ കണ്ടോ, അതിൻ്റെ മേൽക്കൂരയിലെല്ലാം മഞ്ഞ് വീണിട്ട് ഫുൾ വെള്ളം. നമുക്ക് ബാക്കിലത്തെ ആ മലകളോ ഒന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. 0 വിസിബിലിറ്റിയാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല, ഫുൾ മഞ്ഞ്. ഇത് ഹിമാചൽ പ്രദേശാണ്, ഇത് ഹിമാലയത്തിൻ്റെ താഴ്വാരമാണ്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ, ട്രിവാൻഡ്രത്ത് നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് മണാലി, ആഹാ എന്തെളുപ്പം. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടുന്നത്, ഇവിടെ ഒന്നും എയർപോർട്ടോ ഫ്ലൈറ്റോ ഒന്നും പറ്റത്തില്ല. നോക്കിയേ, ഈ പുറകെ കാണുന്ന എല്ലാ ആപ്പിൾ മരങ്ങളാണ്. ഒരുപാട് ആപ്പിളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആപ്പിൾ മരങ്ങളാണ്. ഇവിടെ ഈ ഹോട്ടലിലെ ആൾക്കാർ പറഞ്ഞതാണ്. ഈ സ്നോയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അത് ഇലകളെല്ലാം പൊഴിച്ച് ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. എൻ്റെ ബാക്കെല്ലാം നനയും. കണ്ടോ, വേറൊരു ആപ്പിൾ മരം. ഇതിങ്ങനെ സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇലകളൊക്കെ പൊഴിച്ചിങ്ങനെ നിൽക്കുന്നത്. ഇനി മഞ്ഞൊക്കെ പോയി കഴിയുമ്പോൾ തളിര് വന്ന് പൂവിട്ട് കായാവും. ഈ ഇങ്ങനെ വെള്ളം കിടക്കുന്നത് കൊണ്ടേ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത്. മഞ്ഞിലിടാൻ പറ്റുന്ന ബൂട്ട്സ് വാങ്ങണം എന്ന് വെച്ചിരുന്നു, പക്ഷേ ലാസ്റ്റ് സമയത്ത് എനിക്ക് പറ്റിയില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഡയലോഗ് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയട്ടെ, ആടിക്കോളൂ കുട്ടി, ആടിക്കോളൂ, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഈ മഞ്ഞിൽ ഇങ്ങനെ ഈ തണുപ്പത്ത് ഇങ്ങനെ ആടാൻ നല്ല സുഖമല്ലേ. ഇതല്ലേ വള്ളി റോസിൻ്റെ ഒരു ആർച്ച്. ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും കാണേണ്ട, അനുഭവിക്കേണ്ട ഒരു പ്രതിഭാസമാണ്. ഞങ്ങൾ വന്ന വണ്ടി കണ്ടോ, മൊത്തം മഞ്ഞ് മൂടി തുടങ്ങി. ഫുൾ മൂടിയിട്ടില്ല, അത് അവിടെ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഒരു കാര്യമില്ല മഞ്ഞ് മാറ്റിയിട്ട്, എന്നാലും ഒരു രസം. കുറച്ച് നേരം കഴിഞ്ഞ്, ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും ചാടി വെളിയിൽ മഞ്ഞിലോട്ട്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഉറക്കെ വിളിച്ചു പോവാൻ തോന്നുന്നു. എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ.
കണ്ണാടിയൊന്നും വേണ്ട. ഇത്രയും മഞ്ഞുള്ള സ്ഥലത്ത് എവിടെയാണെങ്കിലും, കാശ്മീർ ആയാലുമാണ് എവിടെയാണെങ്കിലും ഇത്രയും മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ എത്ര പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇതിങ്ങനെ വാരി കളിക്കാതെ പോകും തോന്നുന്നില്ല. കണ്ട ഞാൻ കാണിക്കുന്ന വേലത്തരങ്ങൾ കണ്ട. എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് തന്നെ അയ്യോ ഇത് ഞാൻ തന്നെ ആണോ എന്ന്. കൊച്ചു പിള്ളേരെക്കാട്ടിലും കഷ്ടമായി പോയി ഞാൻ അവിടെ പോയപ്പോൾ. അയ്യോ എൻ്റെ ദൈവമേ. അതിനിടയ്ക്ക് ഒരു പട്ടിക്കുട്ടൻ അവന് കിട്ടിയ ചാൻസിൽ കളിക്കാൻ ഇറങ്ങിയതാ മഞ്ഞില്. അയാൾ വിളിച്ചിട്ട് വരുന്നില്ല, നോക്ക ഒളിച്ചിരിക്കുക അതിനിടയിൽ പോയി. നിക്കട ഇവിടെ, നോക്ക് പിടികൊടുക്കുന്നില്ല അവൻ. ആ ടെക്നിക്ക് ഏറ്റു. ഇത് കണ്ട ഞങ്ങള് ലൊക്കേഷനിലേക്ക്, ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിയാണിത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10-60 കിലോമീറ്റർ ദൂരെ കാട്ടിനകത്തൂടെ വേണം പോകാനായിട്ട്. മുഴുവൻ മഞ്ഞ്. പിറ്റേ ദിവസം രാവിലെയും ഭയങ്കര മഞ്ഞ് വീഴ്ച. പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ കുറേ വണ്ടികളുണ്ടായിരുന്നു. ഞാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 4 വീലാണ്, ചെറിയൊരു മാരുതിയുടെ 4 വീലാണ്. അതിനകത്ത് ഞാനുണ്ട്, പ്രൊഡ്യൂസറിൻ്റെ വൈഫൊക്കെ ഉണ്ട്, വനിയത്തിയുണ്ട്, ഞങ്ങൾ കുറേ പേരുണ്ട് അതിനകത്ത്. നമുക്ക് ഈ വണ്ടിക്കൊരു കുഴപ്പമുണ്ട്, ഇതിൻ്റെ വൈപ്പർ വർക്ക് ചെയ്യില്ല കേട്ടോ. അങ്ങേരെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വൈപ്പർ ഇങ്ങനെ നീക്കിയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര മഞ്ഞ് വീഴ്ച. കോമഡി എന്ന് വെച്ചാൽ ഭയങ്കര കോമഡിയായിരുന്നു. പക്ഷേ ശരിക്കും ഞങ്ങൾ പേടിച്ച് തന്നെയാണ് അതിനകത്ത് ഇരുന്നത്. ഇയാളെ കളിയാക്കി ഇയാൾക്ക് ഓരോ അബദ്ധങ്ങളാണ്. വണ്ടി തണ്ടേണ്ട കൈ കൊണ്ടാണ് ഇങ്ങനെ വൈപ്പർ നോക്കണേ. 60 കിലോമീറ്റർ ഇങ്ങനെ പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചർ. മഴയാണെങ്കിൽ കൂടെ കുഴപ്പമില്ലായിരുന്നു. ഇത് മഞ്ഞ് വീണിട്ട് ഇങ്ങനെ അങ്ങ് ആ ഗ്ലാസിൻ്റെ മേലെ ഇങ്ങനെ തിക്കായിട്ട് അങ്ങ് വന്നിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വണ്ടിക്കകത്തെല്ലാം ഒലിച്ചൊലിച്ചിറങ്ങുകയാണ് ഈ വെള്ളം മൊത്തം. അതുപോലെ ഇരിക്കുന്നിടത്ത് കാലിൽ ഇങ്ങനെ വെള്ളം വീഴുകയാണ്. ഒരു വല്ലാത്ത വണ്ടിയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഇറങ്ങാനും വയ്യ, തിരിച്ചു പോകാനും വയ്യ, അങ്ങനെ ഒരു അവസ്ഥയായി പോയേ പറ്റുള്ളൂ. ഞങ്ങളിങ്ങനെ എൻ്റെ പുള്ളിയുടെ പേരിനകത്ത് പ്രയാഗ് എന്നാണ്. പുള്ളിയെ കളിയാക്കി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഷൂട്ടിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറ്റുമോ നോക്കട്ടെ. അത് ഇതിൻ്റെ കുറേ കൂടെ വീഡിയോസ് ഉണ്ട്, എല്ലാം കൂടെ ഇടാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം റിപ്പീറ്റ് ആവില്ലേ, അത് ഭയങ്കര ബോറിംഗ് ആവും. അതുകൊണ്ട് ഞാനിനി നോക്കട്ടെ, ഒരു ചെറിയ വീഡിയോയിൽ ഷൂട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഇന്നേക്ക് ടാറ്റ ബൈ ബൈ.